അയ്യോ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ദിവസം എന്നെ ജയിലിൽ കൊണ്ടിട്ടു. അവിടുത്തെ നിയമപ്രകാരം ജയിലിലിടും. പോലീസുകാരനെടുത്ത് തൂക്കി അകത്തേക്ക് ഇട്ടപ്പോഴാ മനസ്സിലായത് വീണ്ടും ഇടിച്ചിട്ടാ വന്നേ. അവിടെ കിടന്ന് 5 ദിവസം. അവിടെ എന്നോട് പറഞ്ഞു, നീ അമേരിക്കൻ മിലിറ്ററിയുടെ കൂടെ. അന്നേരം ഞാൻ അറിയത് ഇറാഖിൽ പോകാനാണ്. നാട്ടിൽ വന്ന പപ്പിക്ക് പറ്റുന്നില്ല, കാരണം ജീവിത ചെലവുകൾ വർദ്ധിച്ചു. ഇവരുടെ അമേരിക്കന്റെ അണ്ടറിൽ വേണം പോവാൻ. ഇവരുടെ വെടിക്കോപ്പുകൾ കൊണ്ടുവന്ന പണിയാ. ഇവരെ ആദ്യമേ എനിക്ക് കയറ്റി വെക്കുന്ന വണ്ടി ഒരു ഇതാണ്, പീരങ്കിയാണ്. ഒരു 3-4 അടി. ഈ ബോംബാണ് പൊട്ടുന്നത് എന്താ നമുക്ക് അറിയത്തില്ല. പേടിച്ച് ചാടി എണീറ്റപ്പോൾ ആള് പറഞ്ഞു കൊൺപ റെഡി ആയിക്കോളാൻ പറഞ്ഞു. ഞാൻ കിട്ടിയെന്ന് ഓർത്താ ഞാൻ പോണേ. ഫ്ലൈറ്റ് മാതിരി തന്നെ. ഹൈവേ ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ, ഒരു കിഡിലൻ എപ്പിസോഡായിരിക്കും. അതിന് കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഏത് പ്രൊഫഷനിലുള്ളവരും ആയിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജിയുടെ മറ്റ് പല കാര്യങ്ങളുടെ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും പണ്ട് ഒരു 10-30 കൊല്ലം മുമ്പ് ഇത്രയും സെറ്റപ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെയോ ടെക്നോളജിയുടെയോ ഒന്നും സഹായം ഇല്ലാതെ ഡിഫിക്കൽട്ടായിട്ടുള്ള പല ടെറൈനുകളിലും പോയി ജീവിതം സെറ്റപ്പാക്കി അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കഥകൾ കേട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ പലരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം വേറൊന്നുമല്ല, ഇന്ന് ഒരു പ്രത്യേക അതിഥി നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നമ്മുടെ ട്രക്ക് കാണാനും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കാനും വേറെ ആരുമല്ല, നമ്മുടെ ജോമറ്റുവായുടെ പപ്പ മുറിഞ്ഞകല്ലൽ മിസ്റ്റർ ജോർജ്. അപ്പം പപ്പ പണ്ട് കാലത്ത് ഗൾഫിലൊക്കെ പോയി ഇഷ്ടംപോലെ ഗൾഫിലെ എക്സ്പീരിയൻസ് ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടംപോലെ നല്ല കിഡിലൻ എക്സ്പീരിയൻസുകൾ ജോമറ്റുവായിട്ട് ഷെയർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇന്നുപോലെ പപ്പ എന്തായാലും കാനഡയിലുണ്ട്. അപ്പം നമുക്കൊരു ദിവസം പപ്പേനെ കൊണ്ടുവരാൻ നമ്മുടെ ചാനലിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അപ്പോൾ ഗൾഫിലെ ആ ഒരു അന്നത്തെ കാലത്തെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഇന്നത്തെ ഈ മോഡേൺ ട്രക്ക്, ഇതുവരെ നമ്മുടെ ട്രക്ക് പപ്പ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ പപ്പേനെ ട്രക്കൊക്കെ ഒന്ന് കയറ്റി കാണിച്ച് അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു ചെറിയ സംസാരം, അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ജോമറ്റോയും പപ്പ എത്തിയിരിക്കുകയാണ്. മാത്തുകുടി കേട്ട് പരിചയമുണ്ട്, കണ്ടും പരിചയമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മളെ ആദ്യം ഞങ്ങളൊക്കെ ഇറാഖിന് പോകുമ്പോഴേ ഇങ്ങനത്തെ സംവിധാനങ്ങളുടെ വണ്ടികളൊന്നും ഇല്ല. ഖത്തറിലായിരുന്നു അല്ലേ? ഫുള്ള് ഖത്തറിൽ തന്നെയായിരുന്നു. ഫുള്ള് ഖത്തറിലല്ല, ആദ്യം കുറെ കാലം ഇവിടെ സൗദിയിലായിരുന്നു. 4-5 വർഷം സൗദിയിൽ വണ്ടി ഓടിച്ച് അവിടെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് കൊണ്ട് പോയതാ. എല്ലാരും അങ്ങനെയാണല്ലോ. അങ്ങനെ പോയി അവിടെ പോയി വെള്ളത്തിൻ്റെ സ്വീറ്റ് വാട്ടർ എന്ന് പറയുക വണ്ടി ഓടിക്കുന്ന ജോലിയിലായിരുന്നു. ആ ജോലി ചെയ്തു. ഞാൻ നാട്ടിൽ ഡ്രൈവറൊന്നും അല്ല, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഡ്രൈവർ ആണെന്നും പറഞ്ഞങ്ങ് പോയ ഒരാളാണ്. ഏത് വർഷമായിരിക്കും അത്? 98, 97-98 കാലഘട്ടങ്ങളിലാണ്. 2000 ഞാൻ തിരിച്ചു വരുന്നത് പോയിട്ട്. അങ്ങനെ ഡ്രൈവർ ആണെന്നും പറഞ്ഞ് പോയി. അത്യാവശ്യം ജീപ്പൊക്കെ ഓടിക്കും, അത്രയും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം അവർ എടുത്തു തന്ന വണ്ടിയൊക്കെ വലിയ വണ്ടിയാണ്. വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്സിനെക്കാട്ടൊക്കെ നീട്ടമുണ്ട്. നമുക്കുണ്ട് ഇത് ഓടിച്ച് വലിയ പരിചയമുള്ളൂ. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇത് എവിടെയാ താക്കോലിടുന്നത് പോലും എനിക്കറിയത്തില്ല, കാരണം വലിയ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല. ഏത് വണ്ടിയായിരുന്നു അത്? അത് മെർസിഡീസ് ആയിരുന്നു. മെർസിഡീസിന്റെ പഴയ വണ്ടി, ജർമ്മനിയിൽ നിന്ന് വരുന്ന 5 വർഷം ജർമ്മനിയിൽ യൂസ് ചെയ്തിട്ട് വിടുന്ന വണ്ടികളാണ്. അത് ഇവര് വില കുറച്ചെടുക്കും ഈ അറബികള്. എന്നിട്ട് അത് നമ്മൾ ഏൽപ്പിക്കും. നല്ല വണ്ടികളാണ്, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയത്തില്ല. ജീപ്പ് ഓടിച്ചുള്ള ചെറിയ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവസാനം ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു, അവിടുന്ന് മാറി. അവിടുന്ന് പേടിച്ച് വണ്ടി കണ്ടാൽ ആകെ പേടിച്ചു പോയി. അങ്ങനെ പിന്നെ എൻ്റെ ഒരു നാട്ടുകാരൻ കൂട്ടിക്കൊണ്ട് വന്ന് അവൻ അറബിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പം എന്നോട് ചോദിച്ചു നിനക്ക് എത്ര ദിവസം വേണം പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം അറബിയിൽ ഞാൻ സിത്ത അശ്രീ എന്ന് പറഞ്ഞു. അതെനിക്ക് ആ പാടെ അറിയാവുന്നൊരു ഭാഷ ഉണ്ടായിരുന്നു. 26 ദിവസം. ഇയാൾ ഈ സുഡാനിൽ 26 ദിവസം കാത്തിരുന്നു.
ഞാന് ഇയാളിത് മറന്നു കാണും. അപ്പൊ എന്നോട് പറഞ്ഞു ഒരുത്തൻ്റെ കൂടെ സഭ പോവാൻ പറഞ്ഞു. അറബിയിലാ പറയുന്നത്. അങ്ങനെ അവൻ്റെ കൂടെ പോവും. എനിക്ക് ഈ വണ്ടി ഓടിച്ച് യാതൊരു പരിചയവും ഇല്ല. അങ്ങനെ ഞാൻ സഭ പോയി 25-ാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് നാളെ എനിക്ക് ടെസ്റ്റാണ്. അയ്യോ, ജീവിതത്തിൽ ഏറ്റവും കൂടെ ഭയപ്പെട്ട ദിവസമാണ്. ടെസ്റ്റും എല്ലാം ഒരുങ്ങിയിട്ടുണ്ടോ? ഒന്നുമില്ല. അന്ന് കുറെ പ്രാർത്ഥിച്ചിട്ട് ഒരു GMC വണ്ടിയിൽ ഞങ്ങൾ 7 ആളെ വിടുകയാണ്. അപ്പോൾ ഈ കൂടെ പോകുന്ന എല്ലാ ഡ്രൈവർമാരും പറയുന്നുണ്ട് അച്ഛൻ എന്തായാലും പൊട്ടും. അച്ഛൻ അറിയത്തില്ല, അച്ഛൻ വണ്ടി ഓടിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം, അടുത്തതിനെങ്കിലും പാസ്സാകാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചെന്നാ അറിയോ, ദൈവമേ ഇതിലേതെങ്കിലും ഒരാൾ തോക്കണേ. എനിക്ക് എന്റെ കമ്പനിയിൽ പോയിട്ട് നേരെ നിൽക്കാമല്ലോ, ഒറ്റയ്ക്കാവൂല്ലോ. ഇവർ 6 എണ്ണം പാസ്സായി ഞാൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡ്രൈവറിലാണെന്ന് അറിയല്ലേ. ഈ ഒരു പ്രാർത്ഥന എൻ്റെ, ഞാൻ പാസ്സാവണമെന്നില്ല, ഇത് ഏതെങ്കിലും ഒരെണ്ണം തോക്കണേന്ന്, ഇതിൽ കൂട്ടുണ്ടാവണം. അങ്ങനെ ഇതിൽ ഏറ്റവും മിടുക്കൻ ദാസേട്ടൻ എന്ന് പറഞ്ഞ കുന്നംകുളംകാരനാണ്. പുള്ളി കയറി ചാടി വണ്ടിയും എടുത്തു. ഫസ്റ്റിൽ അങ്ങ് പൊട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കൊരു കൂട്ടായല്ലോ. രണ്ടാമത്തെ കൂപ്പിന്നൊക്കെ തടിയിറക്കി പരിചയമുള്ളതാണ്. അങ്ങ് പൊട്ടി. 6 എണ്ണം അങ്ങ് പൊട്ടി. എല്ലാവരും പൊട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് കൂട്ടായി പോയല്ലോ. അവസാനം അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, അജായ മാമൂല് കഴിച്ച് ഇറങ്ങി പോരാൻ പറഞ്ഞു. മാമൂല് എന്നുള്ള ഭാഷ അന്ന് ആദ്യമായിട്ട് കേൾക്കുക. അതായത് ഒന്ന് കയറിയിട്ട് ഞാൻ ഇറങ്ങി പോരാ. ഞാൻ ഇടുക്കിയെന്ന ധാരണ. ഞാൻ എൻ്റെ പൊന്നു സുഹൃത്തെ ദൈവാനുഗ്രഹം ഞാൻ കയറിയെടുത്ത് ഞാൻ ടെസ്റ്റ് പാസ്സായി. എങ്ങനെ പാസ്സായെന്ന് ഇപ്പോഴും എനിക്കറിയാം, എനിക്കും ദൈവത്തിനും അറിയാം. ഞാൻ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞപ്പം ഈ കേരളത്തിൽ നിന്നുള്ള മിക്ക ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ഈ ഇതിൽ. തിരിച്ചു പോകാൻ എന്നോട് പറഞ്ഞു GMC അച്ചായനെ ഓടിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഓടിച്ച് പരിചയമില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാ പാസ്സായെന്ന് ചോദിച്ചു. അവർ നല്ല ചീത്തകളൊക്കെ എന്നെ പറയുന്നുണ്ട്. പറ്റിച്ചാന്നാ. ഞാൻ എങ്ങനെ പാസ്സായി? രണ്ടാമത് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ പാസ്സാവൂല, നല്ല ഉറപ്പാ. ഞാൻ ചെല്ലുമ്പോ അന്ന് വലിയ നീളമുള്ള ഹെവി ലൈസൻസും എനിക്ക് തന്നു ആ പോലീസുകാരൻ. അന്തര ലൈസൻസ് ഒരു പേപ്പറാ, ഒരു ബ്ലൂ കളറാ. അതൊന്ന് ഞാൻ വന്നു കമ്പനി ചെന്നപ്പം സുഡാനി ഞങ്ങളുടെ മുദീറ സൂപ്പർവൈസർ എന്ന് പറയും. ആൾ പറഞ്ഞു തോറ്റോർ ഇങ്ങോട്ടും ജയിച്ചോർ ഇങ്ങോട്ടും നിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മാറി നിൽക്കുക, മറ്റൊരു 6 പേര് ഒന്നിച്ച് നിൽക്കുക. അപ്പോൾ ശ്രീലങ്കക്കാരും ഫിലിപ്പീനുകളെല്ലാം വിചാരിച്ച് ഇയാൾ തോറ്റുപോയി, മറ്റൊരാൾ ജയിച്ചെന്ന് എന്നെ കയ്യെ പിടിച്ച് കൊണ്ടുപോകാം. അപ്പോൾ ആൾക്കാർ പറയാം മിക്കവാറും ടിക്കറ്റ് ആയിരിക്കും എന്ന്. എന്നെ കൊണ്ടൊരു സൈൻ ചെയ്തു. എനിക്കൊരു റെഡ് കളർ വണ്ടി വന്നു. വണ്ടി എടുത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ആദ്യത്തെ ട്രിപ്പ് എടുക്കാൻ പറഞ്ഞു. ഞാൻ കൂടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു, തോറ്റോട് ഇവരോടൊക്കെ പറഞ്ഞു. അവരെന്നെ ചീത്തയാ, നീ എൻ്റെ പണി നോക്കാൻ പറഞ്ഞു. ഞാൻ ഈ വെള്ളം വണ്ടി എടുത്ത് വിറച്ച് കാലൊക്കെ വിറച്ച് ഒരു തരത്തിൽ എടുത്ത് പോവാ. ഒരു അറബിയാ മുന്നേ പോകുന്ന, അറബിക്ക് വെള്ളം കൊണ്ടുപോകുന്ന പണിയാ. അറബി മുന്നോട്ട് പോയി സിഗ്നൽ അറബി കടന്നങ്ങ് പോയി. പിന്നെ പോയ കാറുകാരൻ നിർത്തി. ഞാനൊന്നും നോക്കില്ല, ഒറ്റ ഇടിയാ. വണ്ടി കെട്ടി വണ്ടി തെറിച്ചൊക്കെ പോണാണ്. ഞാൻ മെയിൻ ക്ലാസ്സും താത്തി അവിടെ ഇരുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പോലീസുകാർ വന്നു. അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി എന്നോട് ചോദിച്ചു കണ്ടില്ലേന്ന് ചോദിച്ചു. എനിക്ക് അന്നേരം അറബി ഒന്നും അറിയില്ല, കുറച്ചൊക്കെ അറബി അറിയാം, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അവിടെ നല്ല എഴുതി കുത്തി എന്നെ ജയിലിൽ കൊണ്ടിട്ടു. അവിടുത്തെ നിയമപ്രകാരം ജയിലിലിടും. അപ്പോൾ തെറ്റാരുടെ ഭാഗത്താണ് അവനിവിടെ ജയിലിടും. അങ്ങനെ എന്നെ ജയിലിലിട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുതിർ കൊണ്ട് ചോദിച്ചു എന്തു പറ്റി എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവറല്ലെന്ന് ഞാൻ പറയാലോ. ഞാൻ വണ്ടി കൊണ്ടുവന്നില്ല, ബ്രേക്കില്ല, എൻ്റെ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. അവസാനം ആൾ എന്നെ ഇറക്കി. എന്നോട് ഒരു നാളെ നിന്നെ വ്യാഴാഴ്ച ഉറപ്പം കിട്ടുമെന്ന്. അപ്പം ഞാൻ കൂടെ ഉള്ളവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കമ്പനി എത്ര നല്ല കമ്പനി, ഞങ്ങളൊക്കെ ഒരു മാസമേ കിടക്കുന്നു. ഇപ്പം നീ ഇറങ്ങുമ്പോൾ ഒരു കാര്യം എൻ്റെ പാപ്പയെ വിളിക്കണം, എൻ്റെ പെങ്ങളെ വിളിക്കണം, വീട്ടിലേക്ക് വിളിക്കണം. ലാൻഡ് ഫോണേ ഉള്ളൂ, മൊബൈലൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ എല്ലാവരുടെയും വിളിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരുടെയും നമ്പർ ഒരു പേപ്പറിൽ എഴുതി മേടിച്ചിട്ട് ഞാൻ വിളിക്കുക തന്നെയല്ല, ഞാൻ വ്യാഴാഴ്ച ഇറങ്ങുവാണ്, വെള്ളിയാഴ്ച നിങ്ങളെയൊക്കെ കാണാൻ വരികയും ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു ആരും വന്നിട്ടില്ല വായിന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരും, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അന്ന് ഇറക്കി പോയ വഴിക്ക് എന്നോട് ഈ സുഡാനി പറഞ്ഞു കമ്പനിയിലൊക്കെ അറിയിക്കണമല്ലോ, തട്ടുമുട്ടൊക്കെ ഉണ്ടായല്ലോ, ലൈസൻസ് ഒക്കെ കിട്ടിയോണ്ട് പേരൊക്കെ ഉണ്ട്, ഒറ്റ ട്രിപ്പ് നീ എടുത്താൽ മതി വെള്ളിയാഴ്ച രാവിലെ. ഞാൻ പറഞ്ഞപ്പോൾ ജയിലിലൊക്കെ ഒന്ന് ഇച്ചിരി വിറയൊക്കെ ഉണ്ട്, അതുകൊണ്ട് 2 ദിവസം ഒറ്റ ട്രിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. അവർ അറബി വന്ന് അവന് വെള്ളം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ അറബികൾ 10-11 മണിയാകുമ്പോൾ അവർ പള്ളിയിൽ പോകുന്ന സമയത്ത് എഴുന്നേക്കുള്ളൂ. അവരുടെ ടാങ്കി വെള്ളം ഇല്ലെങ്കിൽ അവർ ഓടി വന്നിട്ട് വണ്ടി വെള്ളം മറിച്ചുകൊണ്ട് പോകും. ഇവർ മോഹം കഴിയല്ലോ അങ്ങനെ ഓടിപ്പാഞ്ഞ് പോകുന്നൊരു തിരക്കവർ. അങ്ങനെ ഞാനും ഇവൻ്റെ പുറകെ വണ്ടിയായിട്ട് പോയി. ഇവനാൻ കടന്നു, നല്ല സ്പീഡ് ഇവനാൻ കടന്നുപോയി. കഴിഞ്ഞ 4 ദിവസം മുന്നേ ഇടിച്ച അതേ സിഗ്നലിൽ അന്ന് ഒരു വണ്ടിക്കിടെ ഇടിച്ചെങ്കിൽ ഇത് 3 വണ്ടി തവിട് കൂടിയായി.
കാരണം എനിക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ല, വണ്ടി അങ്ങ് പോയി. എനിക്കങ്ങനെ ഈ ഗീറ് ഡൗൺ ചെയ്ത് ചവിട്ടാനും അറിയത്തില്ല. 3 വണ്ടി അതിൽ നോക്കും ഒറ്റം തെറിച്ച് വിടുന്നുണ്ട്, തലയെല്ലാം പൊട്ടി ബ്ലഡൊക്കെ. 3 അറിവുകളാണ്. ഞാൻ വേഗം തന്നെ ലോക്ക് ചെയ്ത് അവിടെ കിടന്നു. അവിടെ കിടന്ന് പോലീസുകാർ വന്നു. ഇതേ പോലീസുകാരകത്ത്, ഇതേ സിഗ്നലും ഇതേ ട്രാക്കും. ഇവര് വന്ന് എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, നീ പോയല്ലേ എന്താ മാലും എന്നൊക്കെ ചോദിച്ചു. ഞാൻ എനിക്കൊന്നും അറിയില്ല, അറബി ഒന്നും അറിയത്തില്ല. അവസാനം അവൻ എന്നോട് കുറെ പേടിപ്പിച്ച്. ഞാൻ സമ്മതിക്കല, എനിക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത്. അപ്പം ഇവൻ തന്നെ എന്ന് പറയുന്നുണ്ട്. പണ്ട് 10 ദിവസം യേശുവിനെ ഒറ്റിക്കൊടുത്ത പോലെ ഇവൻ തന്നെ എന്ന്. ഞാൻ ആണയിട്ട് സമ്മതിക്കില്ല, ഞാനല്ലെന്ന് പറഞ്ഞു. എന്നെ പിടിച്ച് ഇതേ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചെന്ന് എന്നെ കണ്ടവിടുന്ന് എഴുത്തുകളൊക്കെ ശരിയാക്കി ജയിലിലിടാൻ കൊണ്ടുപോവാ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം പറയും, അയ്യോ ആ മനുഷ്യൻ നല്ലവനാ, അയാൾ കൃത്യമായിട്ട് വന്നു നമ്മളെ കാണാൻ. തലേദിവസം കാണാൻ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ വാക്ക് വലിച്ചില്ലേ. പിടിച്ചോണ്ട് അവർക്കറിയില്ലല്ലോ. അപ്പൊ ഇവര് അഴിക്കുള്ളിട്ട് കൈയൊക്കെ ഇട്ടിട്ട് വായി എന്നാലും വന്നല്ലോ കാണാൻ. വരാം എല്ലാരും കണ്ട് പറയാന്ന് പറഞ്ഞു. 2 ദിവസം താമസിക്കാനും കൂടെ ഓരോരോന്ന് വായി എൻ്റെ പെങ്ങളെ വിളിച്ചോ വാപ്പയെ വിളിച്ചോ എല്ലാരും വിളിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞു. പോലീസുകാരനടുത്ത് തൂക്കി അകത്തേക്ക് ഇട്ടപ്പോഴാണ് മനസ്സിലായത് വീണ്ടും ഇടിച്ചിട്ടാ വന്നത്. അവിടെ കിടന്നു 5 ദിവസം. 5 ദിവസം കഴിഞ്ഞ് ഈ മുതിർ വന്നു. എന്ത് പറ്റി? അന്നും ഞാൻ പറയും വണ്ടി ശരിയല്ല, എൻ്റെ കുഴപ്പമെന്ന് ഞാൻ പറയല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്തായത്? ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ വെള്ളം വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല, ആ ഒരു കുറവാണ്. നല്ല വണ്ടി തന്നാൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഒരുത്തൻ്റെ വണ്ടി മേടിച്ച് 5 ദിവസം കഴിഞ്ഞ് പിന്നെ അതുകൊണ്ട് പിന്നെ വലിയ തട്ടുമുട്ടും ഒന്നും ഉണ്ടാകാതെ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി പണി പഠിച്ചു. എല്ലാവരും ഒപ്പമൊക്കെ ട്രിപ്പ് എടുക്കാൻ തുടങ്ങി. പിന്നെ പഠിച്ചാൻ കഴിയുമ്പോൾ കുറച്ച് അകംഭാവമൊക്കെ കൂടുമല്ലോ, ഉള്ളകംഭാവം. പഴയതൊക്കെ നമ്മൾ ദൈവത്തേക്കൊക്കെ മറക്കുമല്ലോ. അങ്ങനെയൊക്കെ ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവരെ ശ്രദ്ധിക്കാതെയൊക്കെ എടുത്തിട്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ വന്ന് നാട്ടിൽ വന്ന് കുറേ സ്ഥലമൊക്കെ മേടിച്ച് ഒന്നും പെര പണിതിട്ടില്ല, പിള്ളേരൊക്കെ പഠിക്കുക. അപ്പോൾ അവർക്ക് ഒന്നുകൂടി ഒന്ന് പോവാം. അങ്ങനെ വീണ്ടും ഞാൻ പാസ്പോർട്ടൊക്കെ കുട്ടിയെടുത്ത് അങ്ങനെ കുവൈത്തിന് പോകാനായിട്ട്, ട്രയലിൽ ഓട്ടാനായിട്ട്. അപ്പം എന്നോട് ചോദിച്ചു, ട്രയലിൽ ഓട്ടി പരിചയം. ഞാൻ ഒരു പണി അറിയില്ലെന്ന് ഞാൻ പറയല. ആരെന്ത് പണി ചോദിച്ചാലും പണി അറിയാന്നേ പറയുള്ളൂ. അറിയില്ല എന്ന് ഒരിക്കലും. അത് ഗൾഫിൽ പോയാൽ ഒരു പണി അറിയില്ല നമ്മൾ ആരോടും പറയരുത്. പണി അറിയില്ലെന്ന് പറഞ്ഞാൽ അവര് പിന്നെ ആദ്യം മുന്നേ അറബി അങ്ങനെ നമ്മളെ കാണുള്ളൂ. അറിയാൻ പാടില്ല. എന്ത് ഒരു 10 ടണ്ണുള്ള ഒരു കല്ലായാലും അതൊന്ന് പിടിച്ച് മറിച്ചിടാൻ പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് അറിയോ? ശരി ഇപ്പം ശരിയാക്കുന്നത് നമ്മൾ പിടിച്ചു ഒയ്യോ പൊന്തിയാലെന്ന് പറഞ്ഞാൽ എന്നാലും അറബികൾ സമ്മതിക്കുള്ളൂ. നമ്മൾ അറിയാമെന്ന് പറഞ്ഞാൽ പറയും, നീ എങ്ങനെ അറിഞ്ഞു, നീ പരീക്ഷിച്ചോ, അങ്ങനത്തെ ചോദ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയാമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചാൽ ട്രെയിനിൽ പഠിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. ട്രെയിനിൽ പഠിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറാഖിന് പോകാമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. അപ്പോൾ ഇവർ ഒരു 7 നമ്പറുള്ള ഒരു വോൾവോ വണ്ടിയാണ്, ഈ 2 ബോക്സുള്ള വണ്ടിയാണ്. അത് അത്യാവശ്യം ഞാൻ ഓടിക്കാനൊക്കെ ഒന്ന് പഠിച്ചു, എൻ്റെ ഹെഡൊക്കെ എടുത്തിട്ട്. പക്ഷേ ഇതിൻ്റെ ഈ ട്രെയിലർ കുടിക്ക് ഓടിക്കാമെന്ന് എനിക്ക് അത്രയും ആയിട്ടില്ല. അങ്ങനെ ചെന്ന് എന്നോട് പിറ്റേ ദിവസം അറബി ലൈസൻസൊക്കെ അവിടുത്തെ ടെസ്റ്റൊക്കെ ഞാൻ പെട്ടെന്ന് പാസ്സായി. അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, നീ അമേരിക്കൻ മിലിറ്ററിയുടെ കൂടെ. അന്നേരം ഞാൻ അറിയുന്നത് ഇറാഖിൽ പോകാനാണ്, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പേരോടൊക്കെ ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളിവിടെ പോന്നാൽ മതി, ഒരു പതുക്കെ അങ്ങ് ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു. സൗദിയിൽ നിന്ന് ഇറാഖിലേക്ക് അല്ലല്ല, സൗദിയിൽ നിന്ന് പപ്പ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് പിന്നെ പപ്പ അത്യാവശ്യം സ്ഥലമൊക്കെ ആയി നാട്ടിൽ തന്നെ കൂടാൻ. നാട്ടിൽ വന്നപ്പോൾ പപ്പയ്ക്ക് പറ്റുന്നില്ല, കാരണം ജീവിത ചെലവുകൾ വർദ്ധിച്ചു. പിന്നെ പപ്പ രണ്ടാമത് കുവൈറ്റിൽ പോകുന്നതാണ്. വാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സദ്ദാം ഹുസൈനെ പിടിക്കുന്ന. അപ്പൊ ഇവരുടെ അമേരിക്കന്റെ അണ്ടറിൽ വേണം പോവാൻ. ഇവരുടെ വെടിക്കോപ്പുകൾ കൊണ്ടുവന്ന പണിയാ. അമേരിക്കയുടെ ബേസ്, മിലിറ്ററി ബേസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അതിന്റെ കൂട്ടത്തിലാണ് പപ്പ പോകുന്നത്. ഇപ്പൊ അമേരിക്കൻ പട്ടാളത്തിന്റെ ഹെൽപ്പറാണ്. 2 വർഷം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവര് ആദ്യമേ എനിക്ക് കയറ്റി വെക്കുന്ന വണ്ടി ഒരു ഇതാണ്, പീരങ്കിയാണ്. എനിക്കിട്ട് ഇത് ബെൽറ്റിട്ട് ഇത് ഈ ചങ്ങലിട്ട് ചെയിനിട്ട് മുറുക്കാമെന്ന് അറിയില്ല. അവരുടെ കൂടെ കൂട്ടി തന്ന് ചെയിനൊക്കെ ഇട്ട് മുറുക്കി കൊണ്ടുപോവാ. അപ്പം എന്നോട് കൂട്ടുകാർ കൂടെ ഉള്ളത് പറഞ്ഞു, ഒരു 60-50 പോയാൽ മതിയെന്ന്. എനിക്കറിയാവോ ഇത് ഈ ഈജിപ്തുകാരൊക്കെയാണ് ഉള്ളത്. ഇവരൊക്കെ പഴയ ഡ്രൈവർമാർ. ഇവരെടുത്തപ്പോൾ തന്നെ 120 പോകുന്നത്. പിന്നെ നമുക്ക് കാലം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കാലം കൊടുത്ത് പേടിച്ച് പറിച്ചാൽ കാലം കൊടുക്കുന്നു. പക്ഷെ വണ്ടി ഓടിച്ച് ഞാൻ ബാഗ്ദാദിൽ ചെന്നപ്പോൾ ഞാൻ ഡ്രൈവറായി. ആ ഭയം അങ്ങോട്ട് മാറി. അങ്ങനെ ആദ്യമായിട്ട് പോവാ. അപ്പോൾ എൻ്റെ ഈ കബീലിൻ്റെ, അതെൻ്റെ അറബിയുടെ ജ്യേഷ്ഠൻ്റെ വണ്ടിയുണ്ട്.
അവൻ എൻ്റെ തൊട്ട് പറയില്ല. അപ്പോൾ ഈ കബീർമാർ ഞങ്ങളോട് പറഞ്ഞു ജോർജിന് പരിചയമില്ല, അപ്പം നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ അടുത്തടുത്ത് ഇട്ടോണം വണ്ടിയിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അടുത്തടുത്ത് ഇട്ടു. കോൺബേ കിട്ടാൻ 2 ദിവസം വൈകി. അങ്ങനെ മിലിറ്ററി വന്ന് പറഞ്ഞു എല്ലാം സ്റ്റാർട്ടായിക്കോ പോവാറായിരുന്നു. അന്നേരം അബ്ദുൽ കരീം എന്ന് പറഞ്ഞു ഡൽഹിക്കാരന് ഈ എൻ്റെ വണ്ടിയുടെ പുറകിലത്തെ വണ്ടിയിലാവും കിടക്കുന്നത്. ഒരു താടിക്കാരനാണ്, നിങ്ങളെപ്പോലെ തന്നെ ചെറിയ താടിയൊക്കെ വെച്ചിരുന്നു. എപ്പോഴും അവൻ്റെ മുഖം ഓർക്കുന്നു. അമ്മ നീണ്ടു പറഞ്ഞു ബായി എൻ്റെ കമ്പനി വണ്ടിയാണ് നിങ്ങളുടെ മുന്നേ കിടക്കുന്നത്, നിങ്ങളുടെ വണ്ടിയുടെ മുന്നേ എൻ്റെ വണ്ടിയുടെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കാം, ഒന്ന് സഹായിക്കാവും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈ അണ്ണൻ ശരിയല്ല പുറകെ കിടക്കുന്നത്, അണ്ണൻ നിസ്സാരക്കാരനെ തെറ്റാ. അപ്പം നീ ഒരു കാര്യം ചെയ്തോണോ, വണ്ടി അവർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ കയറുന്ന പോലെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, ഞാൻ ആക്കിയിട്ട് കുടിക്കല, പതുക്കെ വെച്ചോണ്ടിരിക്കും, നീ പെട്ടെന്ന് കയറ്റി ഫുള്ളാക്കി വെച്ചോണ്ട് നീ കയറി പൊക്കോണമെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇവൻ സമ്മതിക്കുന്നു, ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം തോന്നുന്നു. അങ്ങനെ ഇവൻ കാണിച്ചു ഇത് മിലിറ്ററി പറയുകയും ഇവൻ പെട്ടെന്ന് ഇച്ചിരി റിവേഴ്സ് എടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ വണ്ടിയുടെ മുന്നേ മറ്റേ വണ്ടി അങ്ങ് എടുക്കുകയും ചെയ്യും, മറ്റെല്ലാം എടുത്തു. അപ്പോൾ കോൺബേ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് എങ്ങനെ വേണേൽ ഓടിച്ച് കയറാം. കോൺബേ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഒരുമിച്ച് പോവുക, ലൈൻ തെറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതിലൂടെ 5-6 കവചിത വാഹനം ഉണ്ടാവും മിലിറ്ററിയുടെ, ഇടയ്ക്ക് ഹെലികോപ്റ്റർ ഉണ്ടാവും, അവിടെ വെടിക്കോപ്പുകളാണ് കൊണ്ടുപോകും, മൊത്തം സുരക്ഷിതമായിട്ട് അവർ വിടുള്ളൂ. അപ്പം ഇവൻ ഓടിച്ച് മുന്നേ കയറ്റി കഴിഞ്ഞിട്ട് ഈ അണ്ണൻ പുറമെ ലൈറ്റ് ഇട്ട് കാണിക്കുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. ഞാനങ്ങനെ കൈകൊണ്ടൊക്കെ കാണിച്ചു, കയറുന്നില്ല എന്നൊക്കെ കാണിച്ചു. ഞാൻ ചുമ്മാ ഒരു കളവ് പറഞ്ഞ. ഇവൻ വണ്ടി ഓടിച്ചു. ആദ്യത്തെ സെക്ടറിൽ നിർത്തുന്ന നസ്രിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, 225 കിലോമീറ്റർ ഉണ്ട് ഈ കുവൈത്ത് ബോർഡറിൽ നിന്ന്. അവിടെ നിർത്തി വണ്ടി എത്തി കഴിഞ്ഞപ്പം ഈ അണ്ണൻ ഫുഡ് ഐറ്റം ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കാനോ, എന്നോട് പറഞ്ഞു നീ വേറെ ചമച്ചോ ഞാൻ വേറെ ചമയ്ക്കാണ്, നീ ഏതൊക്കെ അവനെ വിട്ട് അവനെ ഗറ്റ് വിട്ടു. അത് ഞാൻ കയറ്റി വിട്ടാന്ന് അണ്ണന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു അണ്ണ അത് അങ്ങനെയല്ല, നീ ഒന്നുമേ എന്നോട് പേശണ്ട എന്ന് പറഞ്ഞു. ശരി ഫുഡ് തന്നേക്കാം, രണ്ടും ഞങ്ങൾ പങ്കിട്ടു. അവിടെ തെറ്റി 5 ദിവസം വണ്ടി അവിടെ നിർത്തി വിട്ടു നസ്രിയയിൽ. അപ്പം അമേരിക്കൻ്റെ ഫുഡൊക്കെ തരും ഞങ്ങൾക്ക്, അത് നല്ല എനർജി ഫുഡാണ്, വയറ് നിറഞ്ഞത് തോന്നിയല്ല, പക്ഷെ നല്ല ആരോഗ്യവും നല്ല കിട്ടുന്നുണ്ട്. അങ്ങനെ 5-ാമത്തെ ദിവസം ഞങ്ങൾ വണ്ടിയെടുത്ത് കോൺബേ പോവുകയാണ്. കോൺബേ പോകുമ്പം ബാഗ്ദാദിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഇപ്പറേ എത്തിയിട്ടുള്ളൂ. പെട്ടെന്നൊരു തീ കണ്ടു. എൻ്റെ പോകുന്ന വണ്ടിയുടെ മിന്നൽ ഭയങ്കര തീ കൊണ്ടും എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി സാധാരണ പോലെ. അപ്പം 100 കണക്കിന് മിലിറ്ററി ഉണ്ട്, അമേരിക്കൻ മിലിറ്ററി, അവരുടെ കവചിത വാഹനം ഉണ്ട്, അവരുടെ പീരങ്കി എല്ലാം അതിലെല്ലാം കിടപ്പുണ്ട്, നമുക്ക് വെളിച്ചത്ത് കാണാതെ. അവിടെ നിന്ന് ഈ തീ കത്തുന്നു ഈ കോൺബേയുടെ റോഡിൽ നിന്ന്. ഞാൻ വിചാരിച്ചു എന്തോ സംഭവിച്ചു, എന്താണെന്നറിയില്ല. ഞാനത്ര ഭയപ്പെട്ടില്ല, അവിടെ നിർത്തി. അപ്പോൾ ഒരു മിലിറ്ററിയുടെ വലിയൊരു പീരങ്കി വന്നിട്ട് എന്നോട് ഇയാൾ പറഞ്ഞു ഗോ 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 എന്ന് പറഞ്ഞു വണ്ടി. ഞാൻ ഗ്ലാസ് താത്തിയിട്ട് കൈയിട്ട് വെച്ചു എങ്ങോട്ട് പോകാൻ, കാരണം പിന്നെ മുഴുവൻ വണ്ടി തീർത്തില്ലേ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇങ്ങനെ പോകാൻ പറഞ്ഞു. അവിടെ നോക്കുമ്പോൾ ഈ സദാം ഹുസൈൻ്റെ ഈ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കുന്ന ഈ റോഡ് സൈഡിൽ വെച്ചേക്കുന്ന ഈ ഇരുമ്പിൻ്റെ കുറ്റിക്കാലുണ്ട്, അത് കാരണം എനിക്ക് പോകാൻ കഴിയില്ല. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ മിലിറ്ററിക്കാരൻ ആ പീരങ്കി വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കടത്തി വിട്ടിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അവിടെ ചെന്നു. അവർ 6 വണ്ടി ഉണ്ട്. ആ വണ്ടി ഒന്നും അന്നേരം ഞാൻ എണ്ണിയിട്ടില്ല. ഞാനും എൻ്റെ പുറകെ കൊണ്ട് നിർത്തി. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ കോൺബേ പോകുമ്പോൾ ഞങ്ങൾ പോയി. ബാഗ്ദാദിൽ ചെന്ന് കഴിയുമ്പോൾ ഈ അണ്ണൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതോടുകൂടി എൻ്റെ ജോലി നിർത്തി. ഞാൻ ചെന്നാ ചോദിച്ചു നീ അറിഞ്ഞില്ലേ? ചോദിച്ചില്ല. നിൻ്റെ മുന്നേ പോയ വണ്ടിയാണ് കത്തിപ്പോയത്, അബ്ദുൽ കരീം അടക്കം പോയി, ഒരു പൊടി പോലും കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അണ്ണൻ എങ്ങനെ അറിയാം? അത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനും അറിയുന്നു. മിലിറ്ററി പറഞ്ഞു ഈ വണ്ടിയുടെ മുന്നേ പോയ വണ്ടി 7ാമത്തെ വണ്ടിയാണ് കത്തി. അത് കോൺബേലുണ്ടോ, 7ാമത്തെ വണ്ടി ഞാനാ കത്തി പോകേണ്ടി. ഞാൻ ഇവനെ കയറ്റി വിട്ടുകൊണ്ട് ദൈവാനുഗ്രഹത്തെ ഞാൻ രക്ഷപ്പെട്ടാണ്. അപ്പം ദൈവം ചില സന്ദർഭത്തിൽ നമ്മളെ ഇടപെടുന്നത് വളരെ അത്ഭുതം. ദൈവം നമ്മളെ പിടിച്ചു മാറ്റും മരണത്തിൽ നിന്നൊക്കെ. കൃത്യം അവൻ അവിടെ നിന്ന് മരിക്കുന്നു. അപ്പം അന്നേരം എനിക്ക് വലിയ ഭയമൊന്നും തോന്നുന്നില്ല, ജീവിതത്തിന് ബുദ്ധിമുട്ടെല്ലാം പറ്റി എനിക്ക് ഭയം തോന്നുന്നില്ല. അണ്ണനെ ആദ്യം പിന്നെ ഈ ദിവസം വരെ ഞാൻ കണ്ടിട്ടില്ല. അണ്ണൻ നാട്ടിൽ വന്ന് അവൻ്റെ ഭാര്യയ്ക്കെന്തോ സുഖമില്ലാന്ന് പറഞ്ഞ് പെട്ടെന്ന് ടിക്കറ്റ് മേടിച്ച് പോയതാണ്. അണ്ണൻ സ്ഥലം വിട്ടു, അണ്ണൻ പേടിച്ചു പോയി. ഞാനത് കഴിഞ്ഞും പിന്നെയും 2 വർഷം ഫുള്ളായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയില്ല, സാലറി ഒന്നുമില്ല. ഞാനത് നിർത്തി, ഞാൻ പോരുകയും ചെയ്തു. അതിനിടയ്ക്ക് 2-3 സംഭവങ്ങളുണ്ടായി ഇങ്ങനത്തെ അനുഭവങ്ങൾ. ഒരു പ്രാവശ്യം ഒരു 40 കണ്ടെയ്നറാണ് കൊണ്ടുപോയത്. 40 കണ്ടെയ്നർ കൊണ്ട് ലോഡൊക്കെ ഇറക്കി കണ്ടെയ്നർ തിരിച്ചു കൊണ്ടുപോകും യുദ്ധത്തിന്റെ ഭാഗമായിട്ട്. അതിനകത്ത് എന്തൊക്കെ അവരുടെ വെടിക്കോപ്പുകളാണ്, ഈ യുദ്ധത്തിനുള്ള സാധനങ്ങളാണ്. എന്നാന്നും നമുക്കറിയത്തില്ല.
റിവേഴ്സ് വെച്ച് കൊടുക്കും, നമ്മളെ അവർ മാറ്റും, സാധനങ്ങൾ മുഴുവൻ അവരെ ഇറക്കുന്നു. കോൺഫിഡൻഷ്യൽ. അവരങ്ങനെ ഇറക്കിയെല്ലാം കഴിഞ്ഞ് ഞാൻ കൊണ്ട് ബാഗ്ദാദ് എയർപോർട്ടിൽ കൊണ്ട് വണ്ടി വെച്ചു, എല്ലാവരും വെച്ച് അവിടെ വെച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി ചോദിച്ചു, ഈ മിലിറ്ററി എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന് കോൺബേ ഉണ്ട്, കോൺബേ ഒന്നും ഇവരൊരിക്കലും പറയല, ഇവർക്കും അറിയില്ല സത്യത്തിൽ ഇത് നമ്മളോടൊന്നും പറയല. നമ്മളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമാരൊന്നും അറിയത്തില്ല, അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാനൊന്ന് കിടന്നു തുടങ്ങുമ്പോഴത്തേക്കും വണ്ടിക്കെട്ട് വന്ന ദിവസം 3-4 അടി. ഈ ബോംബാണ് പൊട്ടുന്നത് എന്താ നമുക്ക് അറിയത്തില്ല, പേടിച്ച് ചാടി എണീറ്റപ്പോൾ ആൾ പറഞ്ഞു കോൺബേ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് അപ്പോൾ ഞങ്ങളെടുത്തു പോയി. ഒരു 10-25 കിലോമീറ്റർ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ വണ്ടിയുടെ ഈ കണ്ടെയ്നറിൻ്റെ ഡോറ് ഓപ്പണായി പോയി. ഞാൻ ഇത് അറിയുന്നില്ല, രാത്രി 12-1 മണി അടുത്തായിട്ടുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഈ പെട്ടെന്ന് കോൺബേ നിർത്തി, കോൺബേ അങ്ങനെ പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കണം, എന്നിട്ടേ വണ്ടി നിർത്താളൂ, മറ്റു ശത്രുക്കൾ കാണരുത്. ഞങ്ങൾക്ക് പ്രത്യേക ട്രെയിനിങ് തന്നിട്ടുണ്ട്. ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി ഞാനും നിർത്തി. അപ്പം 2 മിലിറ്ററി ഇറങ്ങി വന്നു. ഈ കവചിത് ധവാൻ എൻ്റെ ഏറ്റവും പുറകിൽ എൻ്റെ വണ്ടി കിടക്കുന്നു. അപ്പോൾ അത് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ കണ്ടെയ്നർ ഡോറ് തുറന്ന് കിടക്കുക, അത് അടയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചാടി ഇറങ്ങിയിട്ട് അടയ്ക്കാൻ നോക്കുമ്പോൾ തുരുമ്പാ, എനിക്ക് ഒറ്റയ്ക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. അപ്പം മിലിറ്ററിനോട് ചോദിച്ചു പറ്റുമെന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. മാറി ഞങ്ങൾ അടയ്ക്കാമെന്ന് പറഞ്ഞു. ഇവർ 2 ആളും കൂടെ ഞാൻ കയറി. 2 ചെറുപ്പക്കാരാണ്, ബ്ലാക്ക് കളറാണ്, കൈയുടെ കൊണ്ട് നമ്മുടെ തുടയുടെ വണ്ണമുണ്ട്, നല്ല മസ്ലിമാരെ കൊണ്ട് പിടിച്ചിട്ട് അങ്ങോട്ട്. അപ്പം ഞാനത് ഇവന്മാരെ കൊള്ളാം, ഇവന്മാര് നല്ല ധൈര്യമുള്ളവന്മാരാ, ആരോഗ്യമൊക്കെ ഉണ്ട് എന്ന്. ഏത് നമ്മളെ ദൈവത്തെ മറന്ന് അങ്ങനെ ചിന്തിച്ചത്, അത് നമുക്ക് എനിക്ക് പറ്റിയത്. മനുഷ്യനിൽ ആശ്രയിച്ചു. അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ തോന്നി. വണ്ടി എടുത്ത് പോയി 10-25 കിലോമീറ്ററും കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം ഒരു വനമല്ല, അങ്ങനത്തെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം, ചെറിയ ചെറിയ മരക്കുറ്റികളും കാണാം. അവിടെ പെട്ടെന്ന് രാത്രി വണ്ടി നിർത്തി, ഞങ്ങൾ ലൈറ്റ് ഓഫാക്കി എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകെ കിടന്ന കവചിത് ധവാൻ പെട്ടെന്ന് റിവേഴ്സ് എടുത്തിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി മിന്നൽ എന്തോ അറ്റാക്ക് നടപ്പുണ്ട്. അപ്പോൾ ഇവർ ചെന്നിട്ട് ഒന്നിച്ച് 5-6 വണ്ടി കൊണ്ട് ഒന്നിച്ച് വന്നിട്ട് മറ്റൊരു ഇറാഖികൾ ഓടിക്കും, എന്നിട്ടാണ് കോൺബേ വിടുന്നത്. ഇത് ഇവരെന്നെ കാണിച്ചത്, അവരവിടെ ചെന്ന് 1-2 വെടി വെച്ചപ്പോൾ രക്ഷയില്ലാണ്ടെന്ന് കണ്ടപ്പോൾ ഇവർ ഇട്ടിച്ച് തറം വിട്ടു ഞങ്ങളെ. കാരണം ഇവർക്ക് ഇനി പോകാനൊന്നുമില്ല, കാരണം ഇവരുടെ മിലിറ്ററി സാധനം ഞങ്ങൾ ഇറക്കി. പല രാജ്യത്തും വന്ന ഡ്രൈവറും വല്ലവരുടെയും വണ്ടിയും, അവരെന്താ ആൾ മരിക്കാൻ നിൽക്കുന്നത്. ഈ അമേരിക്കക്കാർക്ക് അങ്ങനെയുണ്ട്, അവർക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവർ നമ്മളെ ശരിക്കും നോക്കും, കാരണം അവരുടെ സാധനമുണ്ട്. മറ്റേ നമ്മൾ ഇന്ത്യക്കാരും അവർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അവര് എന്നെ ഇട്ടേച്ച് ഞങ്ങളെല്ലാവരും ഇട്ടേച്ച് പോയി. മുന്നിലത്തെ വണ്ടിക്കാരനാണ് ഈ മിലിറ്ററി ഓടുന്ന കണ്ടുകൊണ്ട് അതിൻ്റെ പുറകെ ഇവർ വിട്ടു, ഓരോരുത്തർ വിട്ടുപോയി. ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് വണ്ടിയിൽ, ചെറിയ ഉറക്കക്ഷീണമുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ പന്തം കത്തിച്ച് ഇടുമ്പോൾ എന്തോ സാധനം വന്നിട്ട് ഈ വണ്ടിയുടെ മുകളിൽ കൂടെ വന്നിട്ട് അപ്പുറം കത്തുന്നുണ്ട്. അപ്പം ഞാൻ ഇവർ റോക്കറ്റ് അടിച്ച ഈ കോൺബേ കണക്കാക്കിയിട്ട് ഇറാഖികൾ, പക്ഷെ ലക്ഷ്യം തെറ്റി എൻ്റെ വണ്ടിയുടെ അപ്പുറയാണ് വീഴുന്നത്. അപ്പം നമുക്കറിയില്ല റോക്കറ്റാന്ന്. അപ്പം ഞാൻ ഇവിടെ നിപ്പാന്ന് പോലെ ഈ ഉൽക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അവിടെ അങ്ങനെ കത്തുന്നും കാണാം. കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ആ ക്ഷീണം കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി തലയോട്ട് കൈ വെച്ച് ഒന്നിങ്ങനെ ചെരിഞ്ഞ് ആ നിമിഷം അങ്ങ് ഉറങ്ങിപ്പോയി, സെക്കൻഡ് വെച്ച് ഉറങ്ങിപ്പോയി. ലേശം കഴിഞ്ഞ് ഇങ്ങനെ ബ്രൈറ്റ് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഒറ്റ വണ്ടി മിന്നലില്ല, എല്ലാ വണ്ടിയും പോയി. ഏത് ഗിയറാന്ന് പോലും എനിക്കറിയത്തില്ല. ദൈവമേ എന്നും പറഞ്ഞ് വണ്ടി എടുത്തു നോക്കുമ്പോൾ കുറേ ഓടിയിട്ടും ഒരു വണ്ടിയില്ല. ഞാൻ ഓടുക, രാത്രിയല്ലേ, നമുക്കുള്ള വഴി അറിയോ. ഞാൻ ഓർത്ത് എന്തായാലും സംഗതി പോയി. നോക്കുമ്പോൾ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് സെർച്ച് ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇത് അമേരിക്കൻ മിലിറ്ററി ആണോ ഇറാഖികളാണോ ഒന്നും അറിയത്തില്ല. അപ്പൊ എന്റെ ധാരണ ഇറാഖികളാ. പേടി കിട്ടി, സംഗതി പോയി, സംഗതി കാറ്റുപോയി. ഞാൻ ആ ബൈബിൾ എടുത്ത് ചങ്കത്തേക്ക് വെച്ചു ദൈവമേ കാത്തോളിനെന്ന് പറഞ്ഞു. ഏതൊക്കെ ഗീറ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, വണ്ടി അങ്ങ് വിട്ടു പോവുക. എന്തായാലും ഇവന്മാർ എന്നെ വെടിവെച്ചില്ല. ഈ സെർച്ച് ലൈറ്റ് വെച്ചിട്ട് കണ്ണു വരെ കാണത്തില്ല. ഞാൻ കിട്ടിയെന്ന് ഓർത്താ ഞാൻ പോണേ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദൈവം അവിടെ തന്നെ അങ്ങ് കടത്തി വിട്ടു. ഇത് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. കുറെ ചെല്ലുമ്പോൾ ഇവിടെ കോൺബേ നിർത്തിയിട്ടുണ്ട്, പല വഴിക്കും വഴി കിടപ്പുണ്ട്. കോൺബേ നിർത്തിയിട്ടുണ്ട്. അവർ ഒരു പച്ച ലൈറ്റ് ഇങ്ങനെ കാണിക്കും. ഈ അപകടമാണ് ചുമന്ന ലൈറ്റ് കാണിക്കും, ഇത് പച്ച ലൈറ്റ് കാണിച്ചു. ഗ്രീൻ ലൈറ്റ് കണ്ടപ്പം എനിക്ക് തോന്നി ഇത് തന്നെയാണ്. ഞാൻ ആ വന്ന വരവ്, അപ്പോൾ അവര് ഈ മിലിറ്ററിയുടെ കവചിത് ധവാൻ ഇങ്ങനെ ചെരിച്ചിട്ടിരിക്കുക. ഇവർ എൻ്റെ വരവൊന്നും പെട്ടെന്ന് റിവേഴ്സ് എടുക്കും, ഇല്ലെങ്കിൽ അത് ഇടിച്ചാൻ പോകും. കാരണം ചവിട്ടിയിട്ട് കിട്ടുന്നില്ല, അമ്മാതിരി വരവാൻ ഞാൻ പറ്റും. കാരണം ജീവനം കൊണ്ട് വരുന്ന വരവാണ്. ഒരു 5-8 വണ്ടിയുടെ മുന്നേ പോയിട്ടാണ് ചവിട്ടിയിട്ട് നിന്നത്. പിറ്റേ ദിവസം
ഇവന്മാർ കണക്കെടുക്കാൻ വന്നു. എത്ര പേര് മിച്ചമുണ്ടെന്ന്? മിച്ചമുണ്ട്, പിന്നെ എത്ര ആർക്കൊക്കെ വെടി കിട്ടും. അപ്പോൾ 2-3 വണ്ടിക്കെട്ടൊക്കെ വെടി കിട്ടി. ഞാനും ഇറങ്ങി, നേരം വെളുത്തപ്പോഴത്തേക്കും ഇറങ്ങി നോക്കും പല വണ്ടിക്കെട്ടും വെടി കിട്ടിയിട്ടുണ്ട്. ആർക്കൊക്കെ പരിക്കുണ്ട്, അവരെയൊക്കെ ആശുപത്രി കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല, കാരണം 10-20 വണ്ടിയുടെ പുറയിലാണ് ഞാൻ കിടക്കുന്നത്. പുറകെ നിങ്ങളത്തിൽ കിടക്കല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചൊന്നും അറിയില്ല. അപ്പം ആർക്കൊക്കെ എന്തൊക്കെ പറ്റി എന്നറിയണ്ട. അപ്പോൾ ഒരു ലേഡി ഒരു അമേരിക്കൻ മിലിറ്ററിയുടെ കണക്കെടുക്കാൻ വന്നു. അപ്പോൾ ഇവന്മാർ എൻ്റെ അടുത്തും വന്നു. ഈ ഞങ്ങളുടെ കോൺവേയിലുള്ളവന്മാർ എൻ്റെ കണക്ക് കൊടുക്കണം. ഞാൻ ഇവന്മാരോട് അങ്ങോട്ട് എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിലാണ് വെച്ചിട്ട് അങ്ങോട്ട് 4 എണ്ണം പറഞ്ഞു. ഇന്ത്യൻ മിലിറ്ററിയാണ്, അവൻ്റെ നെഞ്ചത്തായിരിക്കും പേടി, നിങ്ങൾ അമേരിക്കൻ മിലിറ്ററിയുടെ ബാക്കിലാണ് പേടി എന്നും പറഞ്ഞു. എനിക്ക് അറിയാവുന്ന ഭാഷയിലാണ്. ഇവന്മാർക്ക് മനസ്സിലായി ഇവനാ ഇന്നലെ ഒറ്റപ്പെട്ടു പോയ വണ്ടിന്ന്. ഇവന് സ്ഥലം വിട്ടു. പിന്നെ എനിക്ക് എൻ്റെ വായി തോന്നിയ മുഴുവൻ ഞാനൊക്കെ പറഞ്ഞു. ഇന്ത്യൻ മിലിറ്ററി നമ്മുടെ ചങ്ങത്താടെ വെടിയെന്ന് പറഞ്ഞു. അവൻ നേരിട്ട് ചെല്ലും, നിന്റെയൊക്കെ അമേരിക്ക പേരേ ഉള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഇവന്മാർക്ക് സംഗതി മനസ്സിലായി. എൻ്റെ ആംഗ്യമായിട്ട് എല്ലാവരും കണ്ടപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി ഇവനാ ഇന്നലെ ഒറ്റപ്പെട്ടു പോയത്. അവരൊന്നും വേണ്ടിയില്ല, സ്ഥലം വിട്ടു. എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയിട്ടുമില്ല. പിന്നെ അധികം കാലം ഞാൻ അവിടെ ജോലി ചെയ്തില്ല, 2 വർഷം. ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ ആരായിരുന്നു? നമുക്ക് ശമ്പളമൊക്കെ തന്ന ആരാണ്? ശമ്പളം ഞാൻ ഈ അറബിയുടെ കീഴിലായിപ്പോയി. മറ്റേ അമേരിക്കൻ്റെ കീഴിലാണ് അവർ നല്ല സാലറി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ അറബി ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഇല്ല, അറബി ഇവരുടെ കോൺവേയിലേക്ക് വണ്ടി കൊടുക്കുക. ഞങ്ങളുടെ കമ്പനിയുടെ ഇത്ര വണ്ടി സബ് കൊടുക്കുക. അപ്പൊ അമേരിക്ക ഈ അറബിക്കും അല്ല, ഇതിന് വേറെ കമ്പനി ഏജന്റ് ഉണ്ട്. അവൻ ഒന്നാകെ പിടിക്കും. അത് ഈജിപ്ഷ്യന്മാരാ കൂടുതലും പിടിക്കുന്നത്. പിടിച്ചിട്ട് അവര് വണ്ടി കൊടുക്കുക, ഓരോ അറബികളുടെ അടുത്ത് വണ്ടി കൊടുക്കുക. അപ്പൊ ഇതിൽ നിന്നെല്ലാം വെട്ടി വരുമ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് പണിയുടെ കൂട്ട് ഉപഭോക്താൻ വരുമ്പോ ഒന്നും കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഇന്ന് MLA-ക്ക് MP ഫണ്ടും എല്ലാം പോകണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തുച്ഛമായ പൈസ. അതുകൂടാതെ ആ യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടിയില്ല, ഒന്നുമില്ല. യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞായിരുന്നു, യുദ്ധ സമയത്തല്ല, യുദ്ധം കഴിഞ്ഞു. എന്നാലും അവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവർ കോൺവേ അടിക്കും. കോൺവേ അടിക്കാന്ന് പറഞ്ഞാൽ കോൺവേ അടിച്ചു കഴിഞ്ഞ് വണ്ടി ഒരെണ്ണം പഞ്ചറായി കഴിഞ്ഞാൽ വണ്ടി അവിടെ ഇട്ടേച്ച് പോകും അമേരിക്ക. കാരണം അവർക്ക് പേടി, അവരുടെ സ്വന്തം മണ്ണല്ല, അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഭയമാണ്. അവർ ഇട്ടേച്ച് പോകും. ഇട്ടേച്ച് പോകാണെങ്കിൽ ആ വണ്ടിയുടെ മുതൽ മുഴുവൻ അവർക്ക് കിട്ടി, ഇറാഖികൾക്ക്. അങ്ങനെ അവർ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ ടയറിന് വെടി വെക്കും. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക ട്രെയിനിങ് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ടയർ പൊട്ടോ എന്തെങ്കിലും ചെയ്താൽ വണ്ടി അവിടെ എങ്കിലും നിർത്തരുത്. അവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ എങ്ങനെയും ഓടിച്ചോണം. കാരണം ആ സ്പോട്ടിൽ വെടി വെച്ചാൽ അവിടെയല്ല മിലിറ്ററി അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പം മാക്സിമം ഓടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുത്തന്നുണ്ട്, ഞാൻ കണ്ടില്ല. ഒരുത്തൻ പറഞ്ഞു ഒരുത്തൻ്റെ വണ്ടിയുടെ ടയർ പൊട്ടി. ഇവന്മാർ ഓർത്ത് വെടിയാന്നാ. ഇവന്മാർ ആദ്യം ഓടിയെന്ന് പറയാം അമേരിക്കക്കാർ. അവരാദ്യം എല്ലാ വാഹനവും എടുത്ത് ഓടി. അവിടെ ധാരണ എവിടെയോ വെടി ഭയങ്കര സൗണ്ടൊക്കെ ബോംബാണ് എന്താണെന്ന് അറിയത്തില്ല. ഇവന്മാർ ഓടിക്കളഞ്ഞ്. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഈ വണ്ടി വലിച്ചു ചെന്നു ഇങ്ങനെ ടയർ പൊട്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ശരിയാക്കി കൊടുത്ത്. സ്വന്തം മണ്ണല്ലാത്തതുകൊണ്ട് അമേരിക്കയ്ക്ക് നല്ല ഭയമുണ്ടായിരുന്നു. അവർക്ക് അവിടെ 3 മാസം ഡ്യൂട്ടിയാണ് ഉള്ളത് ഇറാഖിൽ. ഒരു മിലിറ്ററി വന്നു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത്തോളം പഠിച്ചത്തോളം പള്ളി കുത്താണ് ഈർക്കളി വരെ അവിടുന്ന് കൊടുത്തു വിടും. അവരുടെ ആ പാക്കേജിലുണ്ട്. അവർ പോകുമ്പോൾ ഈ സാധനം കംപ്ലീറ്റ് അവർ തിരിച്ചു കൊണ്ടുപോകും. ഇതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോകുന്ന പറഞ്ഞാൽ അവർ ചിലപ്പോൾ പോകും. അവർക്ക് എല്ലാം ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവര് എല്ലാ സൈന്യത്തിനും 2-3 സൈന്യങ്ങളുണ്ടാവും. ഒന്ന് മറീനുകൾ എന്ന് പറയും. മറീനുകൾ അവര് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അറബിയിലെ മറീൻ എനിക്ക് മറീനെ അറിയുള്ളൂ. ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ യുദ്ധ സമയത്ത് അടിച്ച് അങ്ങോട്ട് കയറുക, ഒന്നെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ ജയിക്കുക. നമ്മുടെ ആർമി പോലെ നമ്മുടെ ആർമിയിലുണ്ട് ഇത്. ഈ കരയുദ്ധം ചെയ്യുന്നത് അങ്ങനെയാ. ഈ മറീൻസ്, നേവി സീൽസ്, പിന്നെ എയർഫോഴ്സ് ഇവരാദ്യമേ അടിച്ചു കയറി അങ്ങ് പോകും. അത് ചിലപ്പോൾ ആള് മരിച്ചു വീഴാം, എന്നാലും അവര് പുറകോട്ടില്ല, കയറും. 2ാമത് വരുന്ന മിലിറ്ററി ബാക്കിയുള്ളതിനെയൊക്കെ വെടിവെച്ചും വെട്ടിയെല്ലാം പിടിക്കും. 3ാമത് വരുന്ന മിലിറ്ററി കാവലായിരിക്കും, ഈ പിടിച്ച സ്ഥലത്തിനൊക്കെ കാവല്. അങ്ങനെ 3 സൈസ് മിലിറ്ററി. ഞാൻ ഇത് പോയപ്പോൾ ഇതെല്ലാം ഞാൻ പഠിച്ചത്. അതുപോലെ തന്നെ ഇവർ ഈ ബോംബുണ്ടോ, ഈ പോരാളികൾ പമ്മി ഇരിപ്പുണ്ടോ എന്നൊക്കെ ഈ കാണാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഹെലികോപ്റ്റർ അല്ലെ ചെറിയ യുദ്ധ ഫ്ലൈറ്റ് ഉണ്ട്, ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ട് ഇവർ ഈ പൂത്തിരി മത്താപ്പൂ എന്ന് പറയില്ലേ, ഇത് വിതറും. അപ്പോൾ ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലുള്ള എല്ലാം നല്ല വെളിച്ചോ നല്ല രസം. അത് വിതരണം ഹെലികോപ്റ്ററിൽ നിന്ന്. കാരണം ഇവന്മാർ ഒളിച്ചിരിപ്പുണ്ടെ പിടിക്കാനുണ്ട്, ഉണ്ടെങ്കിൽ നേരിട്ട് അമ്മ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യും.
അപ്പൊ അതൊക്കെ ഞാൻ അവിടെ ചെന്ന പിന്നെ കണ്ടത്. പോയിട്ടില്ലല്ലോ, യുദ്ധം നേരിട്ട് കണ്ടോണ്ടിരിക്കുക അല്ലേ? സമ്മതിക്കണം കേട്ടോ, കാരണം ഈ ഒരു സമയത്തല്ലേ സമ്മതിക്കാന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് സമ്മതിച്ചേ പറ്റൂ. എനിക്ക് വേറെ വഴിയില്ല. മരിച്ചാ മരിച്ച് ജയിച്ചു അത്രേ ഉള്ളൂ. പിള്ളേർ രണ്ടെണ്ണം വളർന്നു വരുന്നവർക്ക് പഠിക്കണം. സാമ്പത്തികമായിട്ടൊക്കെ കൊണ്ട് സ്ഥലം ഉണ്ടെന്നല്ല, ആദായമൊക്കെ കുറവായിരുന്നു. എല്ലാത്തിനും വില കുറവൊക്കെ ആയിരുന്നു. ഇല്ലേ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് നിർത്തി പോകുന്നപ്പോൾ ഈ ഖത്തറിനെ കുറിച്ച് കേൾക്കുന്നു. ഖത്തർ നല്ല നാട്ടിലേക്ക് പോകുന്നു. അത് 2007 എനിക്കൊരു പൂതി ഒന്നുകൂടെ പോകണം. അങ്ങനെ ഖത്തറിന് പോകണ്ട. അപ്പം ട്രെയിനിൽ ഓടിക്കാൻ പരിചയമുള്ളവരെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എറണാകുളത്ത് മറീൻ എന്ന് പറഞ്ഞ ഒരു ഇതിൽ വന്നു. അവിടെ വന്ന് അവരുടെ ഇൻ്റർവ്യൂ പാസ്സായി. അവർക്ക് പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ വേണ്ടി വന്നില്ല. കാരണം ഞാൻ ട്രെയിലർ ഡ്രൈവറാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ പാസ്പോർട്ട് കണ്ടാൽ മതി. ഒരു 100 പ്രാവശ്യം പോയി വന്നതിൻ്റെ ഈ സീലടിച്ചിട്ടുണ്ട്. അവർ ഒറ്റ മണത്തിലേ പറഞ്ഞ് ഈവൻ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് എൻ്റെ ബാക്ക് അയച്ചു. അന്നേരം ആ കമ്പനിയിൽ നിന്ന് മറുപടിയും വന്നു. DB ശങ്കർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കമ്പനിയാണ്. അത് വലിയ വേൾഡ് വൈഡ് കമ്പനി, നല്ല സൂപ്പർ കമ്പനിയാണ്. കറക്റ്റ് സാലറി എല്ലാം അവർ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനിയിലൊക്കെ ജോലി കിട്ടി നമ്മൾ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ കറക്റ്റ് അവർ എൻ്റെ വിസ അപ്പം തന്നെ അവർ ഓക്കെ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരുടെയൊക്കെ അങ്ങനെ ബെൻഡിങ്ങിൽ വെച്ചു. കാരണം അവർക്കൊന്നും ഇത് പോയതിൻ്റെ ഇതില്ലായിരുന്നു. അതാ അവിടുത്തെ മാനേജർക്കും അറിയാമായിരുന്നു. ഈ പാസ്പോർട്ട് കണ്ടപ്പോൾ ഇവർ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് ഇവൻ ഇറാഖിലായിരുന്നു വണ്ടി ഓടിച്ചത്. അതിൻ്റെ സീലുകൾ മുഴുവൻ അവർ കാണുകയും ചെയ്തു. അങ്ങനെ എൻ്റെ വിസ അടിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഖത്തറിൽ ചെന്നു ഒരു 1-2 മാസം ലൈസൻസ് കിട്ടുന്നോളം വരെ നമ്മളെ നല്ല അടിപൊളി നല്ല ഇതിലൊക്കെ അവർ നോക്കി. സ്റ്റാൻഡേർഡ് കമ്പനി അതനുസരിച്ച് തന്നെ നമ്മളോട് ചെയ്തുകൊണ്ടിരുന്നു. ഫുഡ് എല്ലാം സാലറിയൊക്കെ നല്ല സാലറി തന്നോണ്ടിരുന്നു. ജോലി ഇല്ലാണ്ട് തന്നെ സാലറി കറക്റ്റ് ഇടും. 25-ാം തീയതി ഡേറ്റ് ഉണ്ടെങ്കിൽ അവർ സാലറി ഇട്ടിരിക്കും. 26-ാം തീയതി ആകാൻ നിൽക്കില്ല. ഇനി 26-ാം തീയതി 25-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ നമ്മൾ വ്യാഴാഴ്ച അവർ ശമ്പളം ഇട്ടിരിക്കും. അത്രയും കറക്റ്റായിരുന്നു അവരുടെ ഇടപാടുകളൊക്കെ. നല്ല കമ്പനിയായിരുന്നു. 15 വർഷമൊക്കെ ആയിരുന്നു. 2007 മുതൽ 2022 വരെ ഞാൻ ആ കമ്പനി ഉണ്ടായിരുന്നു. നല്ല കമ്പനിയാണ്. അവസാനം പോരുമ്പം ഒരു ഹക്കീം എന്ന് പറഞ്ഞൊരു മലയാളിയാണ് എൻ്റെ തലപ്പത്ത് വന്നു. 37 വയസ്സുള്ള ചെറുപ്പക്കാരൻ. നല്ല അടിപൊളി ഒരു മാനേജർ. അവിടെ കൂടെയൊക്കെ 50 വർഷം മുന്നേ നമ്മൾ ജോലി ചെയ്യും. നല്ലൊരു മാനേജറായിരുന്നു. അയാളെന്നോട് പറഞ്ഞു, ചേട്ടൻ പോകണ്ട, നിൽക്ക്. പോരുമ്പോൾ എനിക്ക് നല്ല സെൻഡ് ഓഫ് തന്നു, നല്ലൊരു ഐഫോൺ തന്നു. എല്ലാം വളരെ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ മറ്റു ഡ്രൈവർമാരെയും വിളിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നെ വിളിച്ചിട്ട് പ്രത്യേകമായിട്ട് കേക്കൊക്കെ എന്നെ കൊണ്ട് മുറിപ്പിച്ചപ്പോൾ കേക്കൊക്കെ മക്കൾക്കൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു. സേവനത്തെ അംഗീകരിച്ചു. കാരണം അന്ന് ആദ്യം 9 ഡ്രൈവർമാരുണ്ടായിരുന്നു. എന്താ കാണുന്നില്ല, ഒരു വർഷം കഴിയുമ്പോൾ 8 എണ്ണത്തിനെയും ഒറ്റ ദിവസം വിസ അടിച്ച് ക്യാൻസലാക്കി വിട്ടു. എന്നോട് മാത്രം നിൽക്കാൻ പറഞ്ഞു. എന്താ എന്നെ കാണുന്നുണ്ട് ചോദിക്കേണ്ടത് എനിക്കും അറിയില്ല. അങ്ങനെ ആ ട്രെയിലർ 7.5 വർഷം അവിടെ ട്രെയിലർ ഓട്ടി. അത് ഈ ചൈനയുടെ വണ്ടിയായിരുന്നു, ഫോട്ടോ എന്ന് പറയും. അതുകൊണ്ട് ഈ ഇന്ത്യയും പാകിസ്ഥാനോട് യുദ്ധം വന്നപ്പോഴും ഞാൻ പറഞ്ഞു ചൈന സഹായിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞു. കാരണം അവരുടെ സാധനത്തിന് അത്രേ വിലയുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ ഈ വണ്ടി ഓടിച്ചതാ ഉള്ളൂ. കാരണം ആഴ്ചയിൽ നമ്മൾ 6 ദിവസം വണ്ടി ഓടിച്ചാൽ 8 ദിവസവും വഴിക്ക് കിടക്കുന്നത് തന്നെ. 6 ദിവസം ഉള്ളെങ്കിൽ 8 ദിവസം നമ്മൾ കിടന്നിരിക്കും. അങ്ങനെ അവരുടെ വണ്ടി അതിനോട്ട് വലിയില്ല. അപ്പം ചൈനയുടെ മിസൈലിനൊക്കെ ഞാൻ എനിക്കറിയാവുന്നതുകൊണ്ടല്ല നിങ്ങൾ പേടിക്കണ്ട, അത് ഇത്രയേ ഉള്ളൂ. അത് വരുമ്പോൾ തന്നെ നമ്മൾ തട്ടിക്കളയും. അവരുടെ സാധനം ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവർ 7 ടൺ വണ്ടി എടുത്തു തന്നു, ഒരു ബോക്സ് വണ്ടി. അത് ഇതിൻ്റെ അനുജനായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ വഴിക്ക് എപ്പോഴും കിടക്കലും ഇതുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പോരുന്നതിൻ്റെ ഒരു 4 വർഷം മുന്നേ ഈ ജപ്പാൻ്റെ ഇസുസു എന്ന് പറഞ്ഞ വണ്ടി എടുത്തു, ഒരു 4 ടൺ വണ്ടി. നല്ല സൂപ്പർ വണ്ടിയായിരുന്നു. 4 വർഷം ഞാൻ വണ്ടി ഓടിച്ചെങ്കിൽ ദൈവം വെച്ചാൽ വണ്ടി വർക്ക്ഷോപ്പിൽ കയറിയിട്ടില്ല. ഓയിൽ ചേഞ്ചിങ്ങിനും ടയർ മാറ്റാൻ അല്ലാണ്ട് വണ്ടി പോയിട്ടില്ല. അത്ര നല്ല വണ്ടിയായിരുന്നു. അത് ജപ്പാന്റെ വണ്ടിയായിരുന്നു, ഇസുസു. പിന്നെ ഈ ചൈനയുടെ വണ്ടി അല്ലാണ്ട് ഇവർ പെറുക്കി വിറ്റു. അതെല്ലാം അവിടെ ഇവിടെ എല്ലാം കൂട്ടിയിട്ടുണ്ടായിരുന്നു, ആർക്കും വേണ്ടായിരുന്നു. ചൈനയുടെ എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ. എനിക്ക് ചൈനയുടെ എന്ത് സാധനം എന്ന് പറയുമ്പോൾ ഞാൻ അന്നേരം ഒരു വേണ്ട എന്ന് പറയും. കാരണം ഞാൻ ഈ വണ്ടി ഓടിച്ച് നല്ല പരിചയമാണ്. അപ്പോൾ ഖത്താറയുടെ ഓപ്പോസിറ്റ് ഒരു ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടൽ എന്ന് പറഞ്ഞ ഞാൻ ഇന്റർകോണ്ടിനെന്റൽ ആയിരുന്നു 2 വർഷം. അതെയോ? റോഡ് സൈഡിൽ തന്നെ. റോഡ് സൈഡിൽ തന്നെ.
ഖത്തറിനോട് എനിക്കിന്നും നല്ല ഞാൻ പൈസ ഉണ്ടാക്കി തന്നെ. അവിടുത്തെ അറബികളും നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരാണ്. അതെ, അവര് ആവശ്യമില്ലാണ്ടൊന്നും ജാതിയോ മതമൊന്നും പറയുന്നവരൊന്നുണ്ട്. വളരെ ഡീസൻ്റാണ്. അതെ, ഖത്തറിൽ ഒന്ന് പോയാൽ ഖത്തറിനോടുള്ള സ്നേഹം അവസാനം വരെ നിലനിൽക്കും. ഖത്തറിൽ ഈ അറബി രാഷ്ട്രത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ സൗദി തന്നെ. അതെ അല്ലേ? സൗദി അവരുടെ ആൾക്കാർ ശരിയല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. വിദ്യാഭ്യാസം കുറവും പിള്ളേരൊക്കെ ചുമ്മാ തോന്നിയാസം. പക്ഷെ താന്ന് കാണും. പക്ഷെ ഖത്തർ അങ്ങനെയല്ല. ഖത്തറിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ അവർ ഏത് പോലീസായാലും ശരി, അവിടുത്തെ അറബികളായാലും ശരി, എല്ലാം ഒരു ജാതി മതമൊന്നും അവർക്ക് പ്രശ്നമല്ല. ഞാൻ പറയാൻ കാരണം റാസൽപാന്ന് ഞങ്ങൾ ലോഡും കൊണ്ട് പോകുക. അപ്പോൾ ഒരു പോലീസുകാരൻ ഞങ്ങളെ ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരു മുസ്ലിമാ, എൻ്റെ കമ്പനിയുടെ ആള് തന്നെ. അവൻ മുന്നോട്ട് കണ്ടു പറഞ്ഞു, സാർ എൻ്റെ മുസ്ലിം, എന്നോട് ഞാൻ ജാതി ചോദിച്ചു. എന്നോട് ലൈസൻസ് അല്ലേ ചോദിച്ചു, നീ മാറി വയ്ക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ മനസ്സിലാക്കി ഇവൻ ഓർത്തെ മുസ്ലിം ആയതുകൊണ്ട് കിട്ടുമെന്നാ വിചാരിച്ചു. അങ്ങ് മാറി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് ആ ജാതി മതം, അവർക്ക് ആ നിയമം നോക്കും. അത്ര തന്നെ തെറ്റാടിലാണോ അത് നടപ്പാക്കും ഖത്തർ. അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്ന ഖത്തറിന് 15 വർഷം ഞാൻ ജോലി. അതുകൊണ്ടാണല്ലോ അന്ന് മറ്റേ ബാക്കിയുള്ള GCC കൺട്രീസ് എല്ലാം ഖത്തറിനെ ഉപരോധിച്ചപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അത്രയും എല്ലാ രാജ്യമായിട്ടും ഖത്തറിൽ ജോലി ചെയ്ത എല്ലാവരും കൂടെ ഖത്തറിന് ഭയങ്കര സപ്പോർട്ട്. എനിക്കറിയാം അന്ന് പള്ളിയിലൊക്കെ ഭയങ്കര ഫാസ്റ്റും പ്രയറും എല്ലാം വെച്ചിരുന്നു ഖത്തറിന് വേണ്ടി. അതെ അതെ. പക്ഷെ അവരെ തോപ്പിക്കാൻ കഴിഞ്ഞില്ല. ദൈവം വിചാരിക്കാൻ ഖത്തറിന് തോപ്പിക്കാൻ കഴിയില്ല. അന്ന് ഞാൻ പഠിച്ചു. കാരണം ഇവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്നാ വിചാരിച്ച്. അന്ന് സാധനം മേടിക്കാനായിട്ടൊക്കെ ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് സംഭവം അറിയില്ല. ഞാൻ വണ്ടി ലോഡ് ഇറക്കിയിട്ട് വരുന്ന സമയത്ത് ഈ കണ്ട അറബികളെല്ലാം ഊട്ടി വന്നു, സാധനം ലോഡ് പിടിച്ച് പറിച്ച് മേടിച്ച് തിന്ന് എല്ലാം സ്റ്റോക്ക് വെക്കുന്നു, വിരോധം വന്നെന്നും പറഞ്ഞു. പക്ഷെ ഇവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആർക്കും. അതുകൊണ്ട് ഇവരെന്ത് വേണ്ടി സ്വയം പര്യാപ്തത്തിലെത്തി. തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവരുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ കണ്ടു ഇവർ ഇഷ്ടം പോലെ ചതുവസ്ഥലമുണ്ട്. ഇവർ പണിയാനും തുടങ്ങി. ഒറ്റ ദിവസം എനിക്കറിയാം 3000 പശുക്കളെ അവർ എയർപോർട്ട് വഴിക്ക് ഇറക്കി കൊണ്ടുപോകും. ഞാൻ എയർപോർട്ടിൽ നിൽപ്പുണ്ട്. ഞാൻ നേരിട്ട് കണ്ട ആളാ പശുക്കളെ. എന്നിട്ട് പശു എന്നെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പം ഈ ചൂടത്ത് പശു നിൽക്കുമല്ലോ, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അവർ AC വണ്ടിയിൽ പ്രത്യേക സംവിധാനം ചെയ്തിട്ട് AC വണ്ടിയിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നു. അതിൽ അവരുടെ ആ ഡയറി ഫാമിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ നമ്മുടെ തമിഴ്നാട്ടുകാരാണ്. ഞാൻ അവിടെയൊക്കെ ലോഡ് കൊണ്ട് പോകുന്നതാണ്. പക്ഷെ ഈ തമിഴ്നാട്ടുകാരെ അവർക്ക് വലിയ വിശ്വാസമാണ്. അവരങ്ങനത്തെ ഈ കള്ളത്തരത്തൊന്നും നിൽക്കല്. അവരായിരുന്നു അത് കൂടുതലും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇത്രയും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയില്ല. ഒത്തിരി സന്തോഷം. പിന്നെ സൂപ്പർ എപ്പിസോഡ്, നല്ല തകർപ്പനായിരുന്നു. അല്ല, ഞാൻ ആരോടും പറയാനില്ല. ആരും പറഞ്ഞാൽ അത് ചിലപ്പോൾ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടുകയല്ല. ശരി, ഒരു പരിധി വരെ ഇത് പോയി ഇറാഖിൽ പോയി കണ്ട ഒരുത്താണ് അവൻ ഇത് കണ്ടുകൊണ്ടിരിക്കും. അവൻ കൃത്യമായിട്ട് പറയും ഞാൻ ഈ പറഞ്ഞ നസ്രയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 224 കിലോമീറ്ററാണ് ഇതെല്ലാം അളന്നു വെച്ചിരിക്കുന്നത്. നസ്രയ ഞങ്ങൾ പോകണമല്ലേ. പൊതുവെ നല്ല ഇതായിരുന്നു. പിന്നെ നമ്മൾ ഈ അറബി രാഷ്ട്രത്തിൽ ജോലി ചെയ്തിട്ടേ നമുക്ക് ഈ ഇവിടെ വരുമ്പോൾ കാനഡയിൽ വരുമ്പോൾ നമുക്ക് ഇത് അത്ര പെട്ടെന്ന് പറ്റിയല്ല ഇവിടെ. അത് അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ഭാഷക്കാരുമായിട്ട് നമ്മൾ ഇതായിട്ട് അറബി, ഹിന്ദി, പിന്നെ മലയാളം എല്ലാം ഓടുന്നുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് അല്ലാണ്ട് വേറെ ഒന്നും ഓടുകയല്ല. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ അവിടെ എപ്പോഴും നമ്മൾ ആൾക്കാരെല്ലാം എപ്പോഴും കണ്ടും കേട്ടും ഔദ്യോഗികത്തൊക്കെ എല്ലാവരുമായിട്ട് സമ്പർക്കത്തിലാണ്. ഇവിടെ അങ്ങനെ മലയാളികളും ഹിന്ദിക്കാരായാലും നമ്മുടെ ആൾക്കാരാണല്ലോ, നോർത്ത് ഇന്ത്യയിലും നമ്മുടെ ആൾക്കാരാണല്ലോ. അങ്ങനെ എല്ലാവരുമായിട്ട് ഇത് ഒരു പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കുകയും എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ഗൾഫ് രാഷ്ട്രത്ത് ജോലി ചെയ്ത് ഒരു വട്ടം ജോലി ചെയ്ത ഒരാൾ കാനഡയിൽ വന്നാൽ കാനഡ ഇഷ്ടപ്പെടുകയല്ല. അതതിൻ്റെ കാരണം അവിടെ മുട്ടിന് പിന്നെ എന്താ ബിസിനസ് എല്ലാം ഉണ്ട്. നമുക്ക് എന്ത് സാധനം വേണ്ട ഓടിച്ചൊന്നും മേടിക്കാം. ഇവിടെ അങ്ങനെയൊന്നും മേടിക്കാൻ പറ്റുമല്ലോ. ഒരു മുടി വെട്ടണെ തന്നെ അപ്പോയിൻമെൻറ്റാണ്, ഡോക്ടറുടെ അടുത്ത് നിന്ന് അപ്പോയിൻമെൻറ്റ്. ഞാൻ മക്കളോട് ചോദിച്ചു മുടി വെട്ടണ ഒരാഴ്ച മുന്നേ അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ കൈയുടെ വേദനയും കാലിൻ്റെ വേദനയും ഞരമ്പുകൾക്കൊക്കെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ വലത്തെ സൈഡിലുള്ള നമ്മൾ ഗീറ്
കൈയുടെ വേനെന്ന് പറഞ്ഞാൽ ഈ വണ്ടികളൊന്നും പവർ സ്റ്റിയറിംഗ് ആയിരിക്കാമല്ലോ. ഗിയർ വിട്ടിട്ട് ഈ ചൈനയുടെ വണ്ടി ഓടിച്ച് എന്റെ കൈ പോയത്. നല്ല കട്ടിയായിരിക്കും. കട്ടിന്ന് പറഞ്ഞാൽ ഗിയർ വീണ് കിട്ടണ്ടേ, അതിലൊന്നും ഓയിലൊന്നും കാണൂലായിരിക്കും. അവരത് എങ്ങനെ ഉണ്ടാക്കുന്ന എനിക്കറിയത്തില്ല. അത് വണ്ടിയാണോ? അതുകൊണ്ട് നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം വന്നാൽ നിങ്ങൾ ഇപ്പോഴേ എഴുതി വെച്ചോ, നമ്മൾ 24 മണിക്കൂറിന് ചൈന നമ്മൾ കൈക്കലാക്കും. കാരണം അവരുടെ ഒരു സാധനവും ഗുണമില്ല. മിലിറ്ററി വണ്ടികളും എക്സ്പോർട്ട് സാധനങ്ങളാണല്ലോ പുറത്തേക്ക് വിടുന്നത്. ഈ കാറുകൾ അല്ലെ പാസഞ്ചർ വണ്ടികളൊക്കെ വാല്യൂ ഉണ്ടായിരിക്കും. ഇല്ല, കാറുകളും മേടിച്ചു. എൻ്റെ കമ്പനി 15 കാറ് കൊണ്ടുവന്നു. ഒരു 3 ആഴ്ച കഴിയുമ്പോൾ അവിടെ ഇവിടെ കിടപ്പുണ്ട് ഈ കളിവണ്ടി പോലെ. ഞാൻ കണ്ട കാഴ്ച, ഞാൻ ചുമ്മാ നുണ പറയുന്നതല്ല. അത് ഒന്നുമില്ല, ഇനി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അവരുടെ ഫോട്ടോന്റെ ട്രെയിലർ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ 7 ടൺ വണ്ടി ഫോട്ടോൺ ഓടിച്ചിട്ടുണ്ട്. അവരുടെ കാർ ഞാൻ ഓടിച്ചിട്ടില്ലെങ്കിലും കമ്പനി ഇറക്കി 15 കാർ ഇറക്കിയിട്ട് വലിയ താമസം കൂടാതെ എല്ലാം കാഴ്ചക്ക് നല്ല സുന്ദരം വണ്ടിയാണ്. അവിടെ ഇവിടെ ഞാൻ വഴിക്കൊന്ന് കണ്ടു കിടക്കുന്നത്. അത് പിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല, ഫോട്ടോ ഒന്ന് കണ്ടാൽ എല്ലാം തളം വിട്ടോളും. ചൈനയുടെ അതുകൊണ്ട് പിന്നെ ചൈന പാകിസ്ഥാന് സൈഡ് കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയമായിരുന്നു. ആരും ഭയപ്പെടണ്ട. ഞാൻ പറഞ്ഞു അവരെ ഒരിക്കലും പാകിസ്ഥാനെ പിന്നെയും ഭയപ്പെട്ടാണ്, കാരണം വിവരമില്ലാത്തവന്മാരാ. എന്തും ചെയ്യും കയ്യിലേക്ക് അനുഭവം കിട്ടി പൊട്ടിച്ച് കളയും. വിവരമില്ല. ഇവരെ ഒരിക്കലും പേടിക്കണ്ട. ഇവരുടെ സാധനം പൊളിയാ. ഇവര് വന്ന് ലോകത്തെത്താൻ ശക്തിയാന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല. ഞാനൊരു വണ്ടി കണ്ടതോടുകൂടി എനിക്ക് മതിയായി. ഇവരുടെ ശക്തി ഇത്ര ഉള്ളത് നമുക്കറിയാം. ലേസിന്റെ പാക്കറ്റ് ഒക്കെ പോലെ ഞാനൊരാളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ പറയാ, അവർ 1 day യൂസിങ് എന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് തന്നെ കളഞ്ഞിട്ട് പോകാനുള്ള അവരുടെ എല്ലാം അങ്ങനെ തന്നെയാണ് സാധനങ്ങളെന്ന് പറഞ്ഞു. ഇപ്പം നോക്കിയാൽ എല്ലാ സ്ഥലത്തും ഈ ചൈനയുടെ ഈ എല്ലാ ഐറ്റങ്ങളും അവരുടെ ആണല്ലോ ടോയ്സ് ഐറ്റം ഇറക്കുന്നത്. ആ ടോയ്സ് ഐറ്റത്തിന് കൂടി അവർ ഈ ട്രെയിലറും വിടുന്നു. അതും ടോയ്സ് ആയിട്ട് തന്നെ വിടുക. അവരുടെ കാര്യം പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ കൊണ്ട് അവർ പേടിച്ചിരിക്കാന്ന് പറഞ്ഞു. അവർ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാ, അവർ പറഞ്ഞെന്നാ പറഞ്ഞു അതിനെ തടയാൻ പറ്റിയില്ലെന്ന്, അതിനെ തടയാൻ നമുക്ക് കഴിയില്ലെന്ന്. ബ്രഹ്മോസ് വെച്ചാണല്ലോ നമ്മൾ അടിച്ചതൊക്കെ. എന്തായാലും അന്ന് ജാതി ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയിൽ നിന്നു. പിന്നെ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഒറ്റ രാഷ്ട്രീയക്കാര്, രാഷ്ട്രം ഉണ്ടായാലേ രാഷ്ട്രീയം ഉള്ളൂ. സത്യമായിട്ടും ശശി തരൂർ പറഞ്ഞ എത്രമാത്രം കറക്റ്റാ, രാഷ്ട്രം ഉണ്ടായാലല്ലേ രാഷ്ട്രീയം. തീർച്ചയായിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കൂടുതലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാപ്പ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒന്ന് കാണാൻ പറ്റില്ലായിരുന്നെങ്കിൽ അല്ലെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റില്ലായിരുന്നുണ്ടല്ലോ. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എത്താറായി ഒരു 10 മിനിറ്റോളം. ഞാൻ പറയും ഒന്നൊക്കെ ഓർത്ത് വെച്ചോട്ടോ, അല്ല ഓർക്കണില്ല, കാരണം നമ്മള് പറഞ്ഞു തുടങ്ങുമ്പോ നമ്മുടെ ഇത് ജീവിതാനുഭവങ്ങളല്ലേ, നമ്മള് അനുഭവിച്ചാണല്ലോ. എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുക, നമ്മള് പോയതും വന്നതും ഒക്കെ. ഇടയ്ക്കൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാന്, എല്ലാവരുടെ പറയാൻ നമുക്ക് സമയമില്ല. ഒരാഴ്ച പറയാനുള്ള കാര്യമുണ്ട് വണ്ടി ഓടിച്ച കാര്യം. നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടോ? വണ്ടി അടിപൊളിയല്ലേ. അതായത് ഇങ്ങനെ എൻ്റെ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണലുണ്ട് വണ്ടി. എനിക്ക് വളരെ ഇഷ്ടമായി വണ്ടി. വണ്ടി കുഴപ്പമില്ല, എല്ലാം നല്ല കേബിനും എല്ലാം നല്ല അടിപൊളിയല്ലേ, നല്ല സെറ്റപ്പാ. നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓട്ടോമാറ്റിക്. പിന്നെ ഇതിന്റെ അകത്തേക്കൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് AC ലൈറ്റിന്റെയും എല്ലാ കൺട്രോളും ഉണ്ട്. ഈ കാണുന്ന കർട്ടൻ ഇല്ലേ, കർട്ടൻ നമ്മളങ്ങ് മാഗ്നറ്റിക് ആണ്. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒച്ചകളൊന്നും നമുക്ക് സ്ലീപ്പറിലേക്ക് പോവുകയല്ല. സെപ്പറേറ്റ് ലൈറ്റുകളും പിന്നെ നമ്മുടെ മൈക്രോവേവ് ഓവൻ, അതാണ് മൈക്രോവേവ് ഓവൻ. ഇത് ഫ്ലൈറ്റ് മാതിരി തന്നെ. അത് തന്നെ, അതിലും സംവിധാനമുണ്ട്. നമുക്ക് ഈ സംവിധാനം ഒന്നും ഇല്ല കേട്ടോ. ഇത് ഫ്രിഡ്ജ്, ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഫുഡൊക്കെ വെക്കുന്നത്. പിന്നെ ഇത് നമുക്ക് സ്റ്റോറേജ്, നമ്മുടെ ഇപ്പൊ എന്റെ സാധനങ്ങളെല്ലാം ഇവിടെ വെക്കും, നമ്മുടെ ജോമറ്റോയുടെ സാധനങ്ങളെല്ലാം അവിടെയും വെക്കും. പിന്നെ നമ്മള് ഇപ്പം ലേവർക്ക് കിട്ടുമ്പോ കിടക്കണമെങ്കിൽ ഇത് ഒരാളുടെ ബെഡ്, അതുപോലെ തന്നെ ജോമറ്റോ തുറക്കാം. ഇത് ഫ്ലൈറ്റിനെക്കാട്ടും നല്ല സംവിധാനവും. തുറന്നു പോയി
ഇതിങ്ങനെ പറഞ്ഞാൽ നമുക്ക് ട്രെയിനിലൊക്കെ കിടക്കുന്ന പോലെ ഇത് ആ ബെഡ് ഉണ്ടല്ലോ അതും ഈ പറഞ്ഞ പോലെ മടക്കി വെച്ചേക്കുക. അത് നമുക്കിങ്ങനെ നേരെ നിവൃത്തിയ ഇതേ സെയിം വലുപ്പത്തിലുള്ള ഒരു ബെഡ് നമുക്ക് അവിടെ കിട്ടും. എന്തായാലും ബാബേ ഒത്തിരി സന്തോഷം, കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും. അപ്പം നമ്മുടെ ജോമെട്രിയുടെ പപ്പയുടെയും കൂടെയുള്ള ഇത്രയും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുള്ള ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.